രാജ്യത്തിൻ്റെ പരമോന്നത സുപ്രീം കോടതിക്കും മനസ്സിലായിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരി എന്നുള്ളത്. അതായത് വി.ഡി. സവർക്കർ വിരുദ്ധ പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ബി.ജെ.പി. ഭരിക്കുന്ന യു.പി. സർക്കാർ അനുമതി നൽകിയില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കേസ് അങ്ങ് തള്ളിക്കളഞ്ഞത്. പ്രോസിക്യൂഷൻ അനുമതിയില്ലാത്തതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽ നാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് റദ്ദാക്കിയത്. അതുമാത്രമല്ല, മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച സമൻസ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളെല്ലാം റദ്ദാക്കിയിരിക്കുന്നു. കേസിൽ വിചാരണ നേരിടണമെന്ന വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്. അതിലാണിപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത സുപ്രീം കോടതിയും വിധി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സവർക്കർ എന്ന വ്യക്തിയെക്കുറിച്ച് പല കാര്യങ്ങളും ചരിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായതും വി.ഡി. സവർക്കർ ബ്രിട്ടീഷുകാരുടെ ദാസനായിരുന്നുവെന്നും പെൻഷൻ പറ്റിയിരുന്നുവെന്നുമായിരുന്നു 2022 നവംബർ 17 ഭാരത് ജോഡോ യാത്രയ്ക്കിടെ മഹാരാഷ്ട്രയിലെ അലോഖ ജില്ലയിൽ വെച്ചൊരു വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഷൂ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പലതും പ്രചരിച്ചുവെങ്കിലും അതൊന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല. ഇവിടെ രാഹുലിൻ്റെ പരാമർശം രാജ്യം മുഴുവൻ ചർച്ചയാവുകയും ചെയ്തു. തുടർന്ന് ഒരു അഭിഭാഷകൻ ലക്നൗ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. പിന്നാലെ രാഹുൽ ഗാന്ധി ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് 2024 നവംബറിൽ ലക്നൗ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ഇതിനെതിരെ രാഹുൽ ഗാന്ധി നൽകിയ ഹർജി അലഹാബാദ് ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇതേ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴിതാ സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ ബി.ജെ.പിയുടെയും നരേന്ദ്രമോദി സംഘങ്ങളുടെയും ഒരു ഗതികേട് നോക്കണം. രാഹുൽ ഗാന്ധി കർണാടകയിലെ കോലാറിൽ പ്രസംഗിച്ചതിന് ഗുജറാത്തിലെ സൂറത്തിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. മഹാരാഷ്ട്രയിലെ അലോഖയിൽ പറഞ്ഞതിന് യു.പിയിലെ ലക്നൌവിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവർ ചെയ്യുന്നത് ചില തട്ടിപ്പുകളാണ് എന്ന് മനസ്സിലാകുന്നത്. അതായത് അവരവർക്ക് സൗകര്യവും സ്വാധീനവും ഉള്ളിടത്ത് കേസ് കൊടുത്തുകൊണ്ട് കോടതിയെ വരെ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇതിനെ ചുറ്റിപ്പറ്റി പിന്നീട് വന്നത്. അവരെ കുറ്റം പറയാനുമാകില്ല. അങ്ങനെയുള്ള ചില ചിന്തകളുടെ ഭാഗമാണ് ഈ കള്ളക്കേസും എന്ന് പറയേണ്ടി വരും. അതാണിപ്പോൾ സുപ്രീം കോടതി തകർത്ത് കളഞ്ഞത്. രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാൻ രണ്ടാം മോദി സർക്കാർ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെല്ലാം നമുക്കറിയാം. കള്ളക്കേസ് കൊടുത്ത് 2 വർഷം തടവ് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. രാജ്യം മുഴുവൻ കേസ് കൊടുത്തു. സ്വന്തം വീട് പോലും ഒഴിപ്പിച്ചു. നാട് കടത്താൻ നോക്കി. അന്ന് കോൺഗ്രസിന് വെറും 50ഓളം സീറ്റുകൾ മാത്രമേ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ചോദിക്കാൻ പോലും ആരുമില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും പിടിച്ചു നിന്ന ആ സമരനായകൻ ഈ രാജ്യം മുഴുവൻ നടന്നു നേടിയെടുത്ത വിജയമാണ്. ഇന്നിപ്പോൾ മോദി 3ാമതും ഭരിക്കുമ്പോൾ കേവല ഭൂരിപക്ഷം പോലും ബി.ജെ.പിക്കില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 100 സീറ്റുകൾ ലഭിച്ചു. ഇന്ത്യ മുന്നണി ഒപ്പത്തിനൊപ്പം എത്തി എൻ.ഡി.എയോട്. ഇനി രാഹുൽ ഗാന്ധിയുടെ ഒരു രോമത്തിൽ തൊടാൻ എൻ.ഡി.എ മുന്നണിക്കും ബി.ജെ.പിക്കും സാധിക്കില്ല എന്നുറപ്പിക്കുന്നു. നരേന്ദ്രമോദി പടിയിറങ്ങുന്നതിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങി. സത്യം ജയിച്ചു. അതുതന്നെയാണിപ്പോൾ സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുന്നത്.